നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ലക്ഷങ്ങളുടെ പെനാൽറ്റി വരാനുള്ള വകുപ്പ് അതിലുണ്ട്. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനും നിർബന്ധമായും കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതാവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ. നമുക്ക് പണി തരുന്ന രണ്ട് പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ഒന്ന് ഇൻകം ടാക്സും, രണ്ട് GSTയും. ഇൻകം ടാക്സ് നമുക്ക് പണി തരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് ഇൻകം ടാക്സ് നമ്മുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെടുക. ഒന്ന് നോർമൽ ഇൻകം ടാക്സ്, അത് വരുമാനത്തിന് അടിസ്ഥാനമാക്കിയാണ്. ഒരു നിശ്ചിത വരുമാനം ഉള്ളവർ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി. രണ്ടാമത്തേത് പെനാലിറ്റി ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സിൻ്റെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ നമ്മുടെ മേൽ പെനാലിറ്റി, ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യും. ആ എമൗണ്ടിനെ കുറിച്ചാണ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത്. രണ്ട് തരത്തിലുള്ള എമൗണ്ടുകളാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ പാടുള്ളത്. ഒന്ന്, നമ്മൾ ഇൻകം ടാക്സിൽ ഇൻകമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള നമ്മുടെ ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൽ നമ്മൾ ഇൻകമായി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിനാനുപാതികമായ എമൗണ്ട്. രണ്ടാമത്തേത് ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത എമൗണ്ടുകൾ. ഉദാഹരണത്തിന് നിങ്ങളൊരു ചിട്ടി കെട്ടുവാണ്. നിങ്ങളുടെ നോർമലി ഉള്ള ടാക്സ് അടയ്ക്കുന്ന വരുമാനത്തിൽ നിന്നും നിങ്ങൾ ചിട്ടി കെട്ടുന്നു. ആ ചിട്ടി മെച്യൂറായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളൊരു FD അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ബൾക്കായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരിക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നോ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ കടമായി ക്യാഷ് വാങ്ങുക. ബാങ്ക് അക്കൗണ്ടിലാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി മുമ്പെപ്പോഴെങ്കിലും നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കടം കൊടുത്ത എമൗണ്ട് തിരികെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രശ്നമില്ലാത്തതാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരേണ്ടത്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരു കാറ്റഗറി കൂടെ വരും. ഇൻകം ടാക്സിൽ കണക്ക് കാണിച്ചിട്ടും ഉണ്ടാവില്ല. രണ്ട്, ഇൻകം ടാക്സ് പ്രകാരം എക്സംപ്റ്റഡ് ആയിട്ടുള്ളതോ ടാക്സ് കൊടുക്കേണ്ടതല്ലാത്തതോ അല്ലാതെ ഉള്ള വരുമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാറുണ്ട്. അവരാണ് നമുക്ക് ഈ ലക്ഷങ്ങളുടെ പെനാൽറ്റി ഉണ്ടാക്കി തരുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പല വ്യക്തികളും ബാങ്ക് അക്കൗണ്ട് സ്ക്രൂട്ടിനി ചെയ്യാറില്ല. പ്രത്യേകിച്ചും സാലറീഡ് പേഴ്സൺസ് ആണ്. ചില ആളുകൾ സ്വന്തമായിട്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ചില ആളുകൾ ഈ സീസണൽ ഫയലേഴ്സ് ഉണ്ട്. ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സമയത്ത് മാത്രം ഇൻകം ടാക്സ് ജോലികൾ ആളുകളുണ്ട്. 200-300 കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് തരും. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കും. അവരും ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വെരിഫൈ ചെയ്യില്ല. അവർ ഫോം 60 അല്ലെങ്കിൽ 26AS പോലുള്ള ഇൻഫർമേഷൻസ് മാത്രം വെച്ചിട്ടായിരിക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം പിന്നീട് ഉണ്ടാകുന്നത്. അതിന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, രണ്ട് രീതിയിലുള്ള അസസ്മെൻറ്റ് നടക്കാറുണ്ട്. ഫസ്റ്റത്തേത് ITR എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻ്റ് ആണ്. നമ്മൾ നമ്മുടെ കണക്കിൽ നമ്മുടെ വരുമാനം ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു ചെക്കിംഗ് കൂടെ നടത്തിയിട്ട് എററൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റിമേഷൻ തരും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓഫീസർ അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ ആയിരിക്കും നമ്മുടെ ഡാറ്റ അസസ് ചെയ്യുന്നത്. അത് എല്ലാവരെയും വിളിച്ചിരുത്തി അങ്ങനെ അസസ് ചെയ്യാറൊന്നുമില്ല. സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഇങ്ങനെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അസസ് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ പിടിക്കപ്പെടുക. ബാങ്ക് അക്കൗണ്ടിനകത്ത് വന്ന ട്രാൻസാക്ഷൻസിനെ അവർ മുഴുവനായിട്ടും അവർ ക്രോസ് ചെക്ക് ചെയ്യും. നമ്മുടെ ഇൻകം ടാക്സിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ചോദിക്കും. രണ്ടാമത് ആ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന എമൗണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത റെസിപ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടുകൾക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ടതില്ല. അങ്ങനെയുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും. നമ്മൾ എക്സ്പ്ലനേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് അവർ മാറ്റും. മൂന്നാമതായി ഒരു എമൗണ്ട് അവസാനം കിട്ടും. അതിന് അൺഅക്കൗണ്ടഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ വലിയ എമൗണ്ട് പെനാൽറ്റി അതിന് മുകളിൽ അടിച്ചു തരും. ഇൻകം ടാക്സിൻ്റെ വലിയ പെനാൽറ്റി വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻ, റെസിപ്റ്റുകൾ 3 ആയിട്ട് തരംതിരിക്കുക. ഒന്ന്, ഇൻകം ടാക്സ് റിട്ടേണിനുള്ളിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എമൗണ്ട്. രണ്ട്, ഇൻകം ടാക്സ് പേയബിൾ അല്ലാതെ പക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ സേഫ് ആയിരിക്കും. ഈ രണ്ട് ഫിഗേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് എന്ന് കമൻറ്റ് ചെയ്യുകയോ, ഞാൻ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മൂന്നാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് വരുന്ന ബാലൻസ് ഫിഗേഴ്സിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കഥയുണ്ടാവണം. അതായത് അതിനൊരു സോഴ്സ് ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് പെനാൽറ്റി വരുന്നത്. പെനാൽറ്റി വരുന്ന ചില എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ആ ക്യാഷ് വാങ്ങി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെയുള്ള പെനാൽറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം
അയാൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തന്നത് പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഉണ്ടാവില്ല, അയാൾ ബാങ്കിൽ ഇട്ട് കൊടുക്കാനായിരിക്കും തരുന്നത്. പക്ഷെ അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക, കടം വാങ്ങിയതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അന്നത് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും അതിനെ കടമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കടമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളിൽ നിന്നും ക്യാഷ് ആയിട്ട് ഒരു വർഷത്തിൽ കടം വാങ്ങാൻ പാടുള്ളത് 20,000 രൂപയാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപ വാങ്ങിയ 2 ലക്ഷം രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് പെനാലിറ്റി ആയിട്ട് ചാർജ് ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത എമൗണ്ട് അൺഅക്കൗണ്ടഡ് മണി ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യും. അൺഅക്കൗണ്ടഡ് മണി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹയർ ആയിട്ടുള്ള ടാക്സ് റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ടാക്സ് ചാർജ് ചെയ്യും. അതായത് ടോട്ടൽ എമൗണ്ടിന് നിങ്ങൾ വീണ്ടും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും.